സാധാരണക്കാരെയും കർഷകരെയും ഒരുപോലെ ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ട് ഇന്ത്യയിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷത്തിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ നിന്നും മഴമേഘങ്ങൾ പൂർണ്ണമായും അപ്രത്യക്ഷമായ നിലയിലാണ്. ജൂൺ ആദ്യവാരത്തിൽ ദക്ഷിണ മധ്യ ഇന്ത്യയിലേക്ക് പ്രവേശിച്ച കാലവർഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദുർബലമാവുകയായിരുന്നു. IMDയുടെ കണക്കുകൾ പ്രകാരം ജൂൺ 4 മുതൽ ജൂൺ 15 വരെയുള്ള കാലയളവിൽ രാജ്യത്ത് ലഭിക്കേണ്ട ശരാശരി മഴ 53.7 മില്ലിമീറ്റർ ആയിരുന്നു. എന്നാൽ നിലവിൽ വെറും 19.2 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് ദേശീയ തലത്തിൽ 64% മഴക്കമ്മിയാണ് കാണിക്കുന്നത്. ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം പെനിൻസുലാർ മധ്യ ഇന്ത്യ മേഖലകളിൽ ആകാശം തികച്ചും മേഘരഹിതവും വ്യക്തവുമാണ്. സാധാരണയായി ഈ സമയത്ത് ഉണ്ടാകാറുള്ള ഇടതൂർന്ന മഴമേഘങ്ങളുടെ കൂട്ടം ഇപ്പോൾ കാണാനില്ല. മഴ ഇപ്പോൾ ഹിമാലയൻ അതിർത്തികളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും മാത്രമായി ഒതുങ്ങി നിൽക്കുകയാണ്. സമുദ്രത്തിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടെങ്കിലും അന്തരീക്ഷത്തിന്റെ മുകൾത്തട്ടിലുള്ള ശക്തമായ വായുപ്രവാഹം സാധാരണ സ്ഥാനത്ത് നിന്നും കൂടുതൽ തെക്കോട്ട് മാറിയതാണ് വില്ലനായത്. ഇത് കാലവർഷത്തിന് അനുകൂലമായ വെസ്റ്റേർലി ജെറ്റ് സ്ട്രീമിനെ തടസ്സപ്പെടുത്തുകയും മേഘരൂപീകരണത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. നിലവിലെ ഈ പ്രതിഭാസത്തെ ശാസ്ത്രജ്ഞർ ഒരു മൺസൂൺ പോസ് അഥവാ കാലവർഷത്തിലെ താൽക്കാലിക ഇടവേള എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും കാറ്റിന്റെ ഗതി ദുർബലമായതും മുംബൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ രാത്രികാലങ്ങളിൽ പോലും അസഹനീയമായ ചൂട് തുടരുന്നതിനും കാരണമിതാണ്. നിലവിലെ പ്രതിസന്ധി സമുദ്രത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, മറിച്ച് അന്തരീക്ഷത്തിലെ കാറ്റിന്റെ വ്യതിയാനം കൊണ്ടാണെന്ന് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ അന്തരീക്ഷ പ്രവാഹം സാധാരണ നിലയിലാകുന്നതോടെ ഈ ആഴ്ചയുടെ അവസാനത്തോടെ കാലവർഷം വീണ്ടും സജീവമാകുമെന്നാണ് പ്രവചനം. അതുവരെ രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും വരണ്ട അന്തരീക്ഷത്തിലൂടെ കടന്നു പോകേണ്ടി വരും.